എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Temperance, Tower Moment, Page of Pentacles, Ace of Swords, Four of Pentacles, Hermit Mode. നിങ്ങളെ സംബന്ധിച്ച് ആദ്യം തന്നെ ടെമ്പറൻസ് എനർജി ആൻഡ് ഫോർ ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. ഈ ഒരു മാസം നിങ്ങൾ മാനസികമായിട്ട് നമ്മൾ പറയില്ലേ സമ്പത്ത് എന്ന് പറയുന്ന, നമ്മൾ സാമ്പത്തികമായിട്ട് പറയുമ്പോൾ അത്രയധികം സമ്പത്തില്ലെങ്കിൽ സ്നേഹം കൊണ്ട് ധനികരാണെന്ന് പറയുന്ന ആ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ചുറ്റുപാടുമുള്ള ആളുകൾ നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന, നിങ്ങൾ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ ചുറ്റുപാടുമുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മാനസികമായിട്ട് സപ്പോർട്ട് തരുന്ന രീതിയിൽ കുടുംബത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൂടി, ചിലപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കും, മറ്റെന്തെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളായിരിക്കാം. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൂടി ചുറ്റുമുള്ളവർ നിങ്ങളുടെ ബന്ധുക്കളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ, അതായത് ഓരോരുത്തരുടെയും സാഹചര്യം അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ചില ആളുകൾക്ക് വളരെ നല്ല ബന്ധങ്ങളുണ്ടാകാം, ബന്ധുക്കൾ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആയിട്ടുള്ളവർ, അത് അല്ലെങ്കിൽ ചിലപ്പോൾ പാരൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, ആര് വേണമെങ്കിലാകാം. ഒരു കൂട്ടം ആളുകൾ എപ്പോഴും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒത്തിരി ഒരു തൃപ്തിയാണ്, മനസ്സുകൊണ്ട് സ്നേഹം കൊണ്ട് ഒത്തിരി ധനികരായിട്ടുള്ള ഒരു സാഹചര്യം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലത്തെ ഒരു എനർജി, വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി കണക്ഷൻസ് ആണിത് സൂചിപ്പിക്കുന്നത്. ലൈഫ് എങ്ങനെ ഇനി എങ്ങോട്ടേക്ക് എന്ന് നമ്മൾ ചിന്തിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇനി എങ്ങോട്ടേക്കാണെങ്കിലും കൂടെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളുണ്ട് എന്നുള്ളൊരു ചിന്തയിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ബാലൻസ് കാണിക്കുന്നുണ്ട് ലൈഫിൽ. ബാലൻസ് എന്ന് പറയുമ്പോൾ വർക്ക് ലൈഫ് ബാലൻസ്. ഇപ്പോൾ നിങ്ങളുടെ പ്രൊഫഷൻ കരിയറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിൽ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ വീട്ടിലെ കാര്യങ്ങളും തിരക്കേറ്റില്ലാത്ത രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സമയമാണ്. കാരണം അതെടുത്ത് പറയാൻ കാര്യം കുറച്ച് നാളായിട്ട് വർക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒത്തിരി തിരക്കുകൾ, ഫാമിലിക്ക് വേണ്ടി ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായി കാണും അടുത്തിടയ്ക്ക്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വർക്ക് ലൈഫ് ബാലൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വർക്കിൽ കാര്യങ്ങൾ നോക്കുക, അതോടൊപ്പം തന്നെ ഫാമിലിയുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നു. പിന്നെ എടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ സാമ്പത്തികം ഈ ഒരു മാസം പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ ഈ മാസം സേവ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സേവ് ചെയ്യാൻ വച്ചിരുന്ന കാര്യങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം എന്തെങ്കിലും അധിക ചിലവുകൾ വരുന്ന സമയമാണ്. അപ്പോൾ ഒന്ന് മാത്രം പറയാം, അത് ഈ ഒരു മാസത്തെ കാര്യം മാത്രമാണ്. മുന്നോട്ടേക്ക് വരുമ്പോൾ അതിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അധിക ചിലവുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എങ്കിൽ കൂടിയും ഇവിടെ ചിലവ് കൂടിപ്പോയത് കൊണ്ട് ഈ മാസം ഒന്നും സേവ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള രീതിയിലേക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സങ്കടം കാണിക്കുന്നില്ല. കാരണം നിങ്ങൾ ഈ അധികമായിട്ട് ചിലവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ്, അവരുടെ സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലും ബർത്ത്ഡേയോ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചിലവാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ അസുഖങ്ങൾ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഹോസ്പിറ്റൽ ചിലവ് എന്നുള്ള രീതിയിൽ അല്ലാത്തത് കൊണ്ടും ഗിഫ്റ്റ് അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആൾക്ക് കാര്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെടുത്തി പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെയാണ് ചിലവാകുന്നത്. അതുകൊണ്ട് തന്നെ അത് നല്ല കാര്യങ്ങൾക്ക്, അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സന്തോഷം തരുന്ന കാര്യങ്ങൾക്ക് ചിലവാക്കിയത് കൊണ്ട് തന്നെ അങ്ങനെ അതിൽ നിന്നൊരു സങ്കടം കാണുന്നില്ല. കാരണം പതിവിൽ കവിഞ്ഞ് നിങ്ങൾ ഒരുമിച്ച് ഫാമിലിയായിട്ട് പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്നതോ എവിടെയെങ്കിലും ഇഷ്ടമുള്ള സ്ഥലത്ത് പോകുന്നതോ ഒക്കെ കാണിക്കുന്നത് കൊണ്ട് തന്നെ അത് നിങ്ങൾക്കൊരു നെഗറ്റീവ് ഫീൽ തരുന്നില്ല. ഓക്കെ. അതേപോലെ തന്നെ ടവർ മൂവ്മെൻറ്റ് ആൻഡ് ഏസ് ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. ഇത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ
അതായത് റിനോവേഷൻസ് കാര്യങ്ങൾ പുതുക്കി പണിയുന്ന വീട് പുതുക്കി പണിയുക അതുപോലുള്ള ഇതിനൊക്കെ ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് നിങ്ങൾ എന്തോ വീട്ടിൽ ചില കാര്യങ്ങളൊക്കെ ഒന്ന് പുതുക്കി പണിയണം, ഇപ്പോൾ ഓട് മാറ്റണമെന്നോ അല്ലെങ്കിൽ വീട് ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഭാഗം ആ ഏരിയയോ ആ ഭാഗമോ ഒന്ന് പുതുക്കി പണിയുക, അല്ലെങ്കിൽ വീട് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മുറി കൂടി എടുക്കുക. ഇത് കുറച്ചധികം നാളായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കാം. അപ്പോൾ അത് പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടോ പല കാരണങ്ങൾ കൊണ്ടിട്ട് ഇങ്ങനെ നീട്ടി പോകുന്നത് ഈ ഒരു മാസം നിങ്ങളത് തീരുമാനിക്കുകയാണ്. അതായത് അതിൻ്റെ കൊട്ടേഷനൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ വേണ്ടുന്ന രീതിയിൽ ഇതാണ് എന്നുള്ള രീതിയിൽ ഓൾറെഡി ആളുകൾക്ക് അത് അഡ്വാൻസ് കൊടുക്കുന്ന ഒരു സമയം. ഇന്ന് തന്നെ ഈ ഒരു മാസം പണി കാര്യങ്ങൾ നടക്കണമെന്നില്ല, എന്നിരുന്നാലും ഈ മാസം അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ വീട് പുതുക്കി പണിയുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു സാഹചര്യം. വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വളരെ നല്ല സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നല്ല സമയമാണ്. വിദേശത്ത് പോയിട്ട് വിദ്യാഭ്യാസം നോക്കുന്നവർ അല്ലെങ്കിൽ മറ്റു തരത്തിലൊക്കെ വിദ്യാഭ്യാസപരമായിട്ട് ഒത്തിരി ഉയർന്നു നിൽക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. ഒത്തിരി അധികം ഇവിടെ സർട്ടിഫിക്കേഷൻ കോഴ്സസ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഒരു സാഹചര്യം വലിയ എന്താ പറയുക, ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് അല്ലെങ്കിൽ സീനിയർ റിസർച്ച് ഫെലോഷിപ്പ് പോലുള്ള കാര്യങ്ങൾ, നെറ്റ് സെറ്റ് പോലുള്ളതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ളത്, ഇപ്പോൾ MBBS കഴിഞ്ഞ് നിൽക്കുന്നവർ പോസ്റ്റ് ഗ്രാജുവേഷന് അഡ്മിഷൻ ലഭിക്കുന്നുണ്ടാവാം. അതുപോലുള്ള വലിയ ലെവലിലേക്ക് ഹയർ പൊസിഷനിലേക്ക് ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്ക് സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ജോലിയുള്ളവർ നിങ്ങൾ നെക്സ്റ്റ് ഫേസ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് പോകുന്ന സാഹചര്യമൊക്കെ ഇവിടെ ഈ ഒരു സമയത്ത് വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുക്കുന്ന സമയമാണ്. ഓക്കെ, ടവർ മൊമെൻറ്റ് ആൻഡ് ഹെർമിറ്റ് മോഡാണ്. ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളും പ്രാരബ്ധങ്ങളുടെ ഇടയിലും ദൈവവിശ്വാസം കൈവിടാതെ മുന്നോട്ടേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ഒരു തൃപ്തി മനസ്സിന് ലഭിക്കുന്നുണ്ട്. കാര്യങ്ങളൊന്നും എവിടെയും സ്റ്റക്കായി നിൽക്കുന്നില്ല, മുന്നോട്ടേക്ക് തന്നെയാണ് പോകുന്നത്. ആത്മീയ കാര്യങ്ങളിലും ദൈവിക കാര്യങ്ങളിലും ഒക്കെ നിങ്ങൾ ഒത്തിരി താല്പര്യം പ്രകടിപ്പിക്കുന്നു. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കുന്നുണ്ട്. ഇപ്പോൾ പള്ളികളിലോ ക്ഷേത്രങ്ങളിലോ ഉത്സവങ്ങളോ പെരുന്നാളിൻ്റെയൊക്കെ ഭാഗമായിട്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പള്ളിയിലേക്ക് വേണ്ടിയിട്ടോ ക്ഷേത്രങ്ങളിലേക്ക് വേണ്ടിയിട്ടോ ഒക്കെ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ട്, അതായത് പല കാര്യങ്ങളുണ്ടാവും ആ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ആ ഒരു എനർജി കണക്ഷൻസ് ആണ്. ലൈഫ് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ ഒരു വാഹനം വണ്ടി എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വാഹനം എടുക്കുന്നതിനൊരു സിറ്റുവേഷൻ ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി കണക്ഷനാണ് നിങ്ങളെ സംബന്ധിച്ച് കാണിക്കുന്നത്. പിന്നെ ചില ആളുകൾ വീട് സംബന്ധമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വഴിയൊന്നുമില്ല, അങ്ങനെ വഴി സംബന്ധമായിട്ട് തർക്കങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ളവർ അതൊക്കെ റെഡി ആവുന്നുണ്ട്, അതൊക്കെ സോൾവ് ആവുന്നൊരു സിറ്റുവേഷനാണ് ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ആ ഒരു എനർജി കണക്ഷൻസ്. അതുപോലെ തന്നെ പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 4 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. ഈ ഒരു മാസം ഈ പറഞ്ഞ പോലെ അധിക ചിലവുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ കൂടി ഈ ഒരു മാസം അവസാനിക്കുമ്പോൾ പല പ്രധാനപ്പെട്ട അവസരങ്ങൾ വരുന്നുണ്ട്, സാമ്പത്തികമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അത് പ്രധാനപ്പെട്ട അവസരങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഫാമിലിയിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഒരാൾ കൂടി എക്സ്ട്രാ ഇൻകം വരുന്നുണ്ട് അവിടെ. അപ്പോൾ ഫാമിലിയിൽ ഇനിയിപ്പോൾ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ജോലി ലഭിക്കുന്നതായിരിക്കാം. പിന്നെ ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി ആരെങ്കിലും റിട്ടയർ ആയിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളായിരിക്കും റിട്ടയർ ആയിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് സാമ്പത്തികം എങ്ങനെയെന്ന് ചിന്തിക്കുന്നവർ ചെറിയ ഒരു പ്രൈവറ്റിൽ ജോലി ലഭിക്കുന്നതാവാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനിയിൽ സർക്കാർ ഓഫീസിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ളവർ പ്രൈവറ്റിലേക്ക് പോകുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ നിങ്ങൾ ചെറിയ എന്തോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു മന്ത് എൻഡിങ്ങിൽ നിങ്ങൾക്ക് അത് സംബന്ധിച്ച ഒരു തീരുമാനവും അത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ വരുന്ന മാസങ്ങളിൽ മുന്നോട്ടേക്ക് ഈ പറഞ്ഞ പോലെ ഒരു നല്ല നേട്ടങ്ങൾ സാമ്പത്തികമായിട്ട് ജോലി സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ കാണിക്കുന്നുണ്ട്. പ്രായമായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിൽ പല കാര്യങ്ങളിലും മാറ്റങ്ങൾ, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ആരോഗ്യകരമായിട്ട് ഒത്തിരി ശ്രദ്ധ കൊടുക്കുന്ന സമയമാണ്. അതേപോലെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു.
പിന്നെ ആരോഗ്യപരമായിട്ടുള്ള ശ്രദ്ധ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അധികം ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആ ഒരു പ്രായത്തിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഭക്ഷണം അമിതമായിട്ട് നിങ്ങൾക്കിപ്പോൾ കൊളസ്ട്രോളോ പ്രഷറോ ഷുഗർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളവരാണെങ്കിൽ അത് ആ രീതിയിൽ ഭക്ഷണം ക്രമീകരിക്കുന്നതിലൂടെ അങ്ങനെയുള്ള കാര്യങ്ങൾ ക്രമീകരിച്ച് നിൽക്കുന്നതോ, പിന്നെ വ്യായാമം ചെറിയ രീതിയിൽ പ്രായത്തിനനുസരിച്ച് നിങ്ങളുടെ ആരോഗ്യത്തിനനുസരിച്ചിട്ടുമുള്ള വ്യായാമവും കാര്യങ്ങളൊക്കെ തുടർന്ന് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യവും ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വീട്ടമ്മമാരെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ ചെറിയ രീതിയിൽ എവിടെന്നെങ്കിലുമൊക്കെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന സമയം ഈ ഒരു മാസം അവസാനത്തോടു കൂടി നിങ്ങൾ അങ്ങനെയുള്ള കാര്യം കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.